നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ മുഖ്യ പ്രതികളിൽ ഒരാൾ ഡോക്ടർ എം.കെ. റാം കർണാടകയിൽ നിന്നും കസ്റ്റഡിയിൽ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. സി.കെ. വിജയൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സി.കെ. വിജയൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇവിടെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എം.കെ. റാമിനെ എത്തിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കർണാടകത്തിലും മറ്റുമായിരുന്നു. നമുക്ക് ഏതായാലും ഈ കേസിനകത്ത് എം.കെ. റാമിന് വലിയ പങ്കുണ്ട് എന്ന രീതിയിലാണ് അന്വേഷണങ്ങളെല്ലാം തന്നെ നടന്നത്. അദ്ദേഹം ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കോടതിക്കകത്ത് മുഴുവൻ അദ്ദേഹം തന്നെ ഒരു പിന്നോക്കക്കാരനാണ് എന്നും ആ പിന്നോക്ക ജാതിക്കാരൻ മറ്റൊരു പിന്നോക്ക ജാതിക്കാരനെ നേരത്തെ എനിക്ക് തോന്നുന്നു ശബ്ദം വ്യക്തമായിരുന്നില്ല. താങ്കൾ പറഞ്ഞത് ഡോക്ടർ റാമിനെ കണ്ണൂരിൽ എത്തിച്ചു എന്നാണോ? എത്തിച്ചു എന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടി എത്തിച്ചു. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. 12 മണിയോടുകൂടി അദ്ദേഹത്തെ മറ്റു നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മറ്റ് ഏത് സ്ഥലത്തു നിന്ന് പിടികൂടി, എങ്ങനെ പിടികൂടി, മറ്റ് തന്ത്രങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വിശദാംശങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മൾ ഈ അന്വേഷണ സംഘവുമായി നിരന്തരം ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, ഈ റാമിനെ കിട്ടുന്നതിന് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളുടെ ഫോൺ നമ്പർ, പ്രത്യേകിച്ച് അമ്മയുമായി അദ്ദേഹത്തിന് വളരെ വൈകാരികമായ ബന്ധമുണ്ട്. ആ അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് ഇദ്ദേഹം 1-2 തവണ പലപ്പോഴായി വിളിച്ചിട്ടുണ്ട്. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു റാമിനെ പിടികൂടാൻ കഴിഞ്ഞത്. റാമിനെ പിടികൂടി കണ്ണൂരിലേക്ക് എത്തിച്ചു പുലർച്ചെ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഡോക്ടർ എം.കെ. റാമിനെ കസ്റ്റഡിയിലെടുക്കാനായി ആസൂത്രിത നീക്കമാണ് പോലീസ് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാരികമായ ബന്ധമുണ്ടായിരുന്ന അമ്മയോടാണ്. അമ്മയുടെ ഫോണടക്കം നിരീക്ഷണത്തിലായിരുന്നു. അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നു എന്ന് നിരന്തരം നിരീക്ഷിച്ച ശേഷം ആ തരത്തിലാണ് റാമിലേക്കൊക്കെ എത്തിയത് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ആരോപണ വിധേയരായവരിൽ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ഡോക്ടർ റാം ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്.